3 ആഴ്ചക്കുള്ളിൽ എൻ്റെ അടുക്കൽ വന്ന ഒരു 20 വയസ്സിനും ഒരു 25-26 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള 2-3 സുഹൃത്തുക്കൾ. അപ്പോൾ അവർ അങ്ങനത്തെ ഒരു ജീവിതത്തിലൊരു പ്രതിസന്ധി വന്ന് ഏകദേശം ഒരു നല്ല ഡിപ്രഷൻ വന്ന ഒരവസ്ഥയിലാണ് അവരെൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ കൊണ്ടുവരുന്ന ഇപ്പോൾ ഒരു പയ്യനെ കൊടുക്കുന്ന അവൻ്റെ ഉമ്മയാണ്. അപ്പോൾ അവൻ്റെ ഉമ്മ മണിക്കൂറുകളോളം അവനെക്കുറിച്ചും അവന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി കുറേ വിവരങ്ങൾ, കുറേ ഹിസ്റ്ററി അവനെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു പയ്യനെ കൊടുക്കുന്നത് അവൻ്റെ പിതാവാണ്, രക്ഷിതാവാണ്. അയാളും അതുപോലെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഞാനിതൊക്കെ കേട്ടു. അവന് പഠിച്ചപ്പോൾ അവന് പറ്റിയ കോഴ്സ് കിട്ടാഞ്ഞിട്ടാണ്, അവന് സയൻസ് ആയിരുന്നു ആഗ്രഹം, അവന് MBBS ആയിരുന്നു ആഗ്രഹം, അത് കിട്ടിയില്ല. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നാൽ ഇന്ന് ഇതൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ പ്രശ്നം എന്നാണ്. പക്ഷെ ഇവരൊക്കെ പറഞ്ഞ് ഒക്കെ അവസാനിപ്പിച്ച് പോയി. ഞാൻ ഇവരോട് പേഴ്സണലായിട്ട് ഇരുന്ന് ഇവരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദിക്കുമ്പോഴൊരു വിഷയം, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ നിങ്ങൾ ഞാൻ മനസ്സിലാക്കി 3 പേർക്കും, അതാണ് എനിക്കുള്ളൊരു അത്ഭുതം, 3 പേർക്കും കോമൺ ആയി കണ്ടൊരു കാര്യം എന്താ അറിയോ, ഇവർക്കൊരു 14-15 വയസ്സാകുന്ന സമയത്ത് ആൺകുട്ടികളാണ്. അവർക്കിങ്ങനെ അവരുടെ പൊതുവെ എന്ത് ചെയ്യും, സെക്ഷൽ ആയിട്ടുള്ള ഹോർമോൺസും കാര്യങ്ങളും ചിന്തകളൊക്കെ തുടങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചൊരു കാലമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു 14 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു 7-8 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഏറ്റവും സജീവമായി കയ്യിൽ കിട്ടിയ ഒരു നേരമാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു 8 കൊല്ലത്തിൽ അവരേറ്റവും അധികം സമയം ഉപയോഗപ്പെടുത്തിയത് എന്തിനാ വെച്ചാൽ അശ്ലീല വീഡിയോസ് കാണുക, ഈ സെക്ഷുവലായിട്ടുള്ള അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിച്ചത്. അപ്പം അതിൻ്റെ ഒരു തീവ്രത ചോദിച്ചറിയുമ്പോൾ നമ്മൾ തന്നെ ആകെ തരിച്ചു പോകും. അപ്പം ഞാനിതിങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ആ 3 പയ്യന്മാരിനോട് പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ പ്രശ്നം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇതാണ് പ്രശ്നമെങ്കിൽ ഇതാണ് പ്രശ്നം എന്ന് പറയണ്ടേ, ഇത് നിർത്താൻ പറ്റുന്നില്ല, ഇന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അതല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങളുടെ ഉമ്മ ഒന്ന് പറഞ്ഞാൽ അതല്ലല്ലോ അപ്പോൾ ഞാൻ അവസാനം ഇതൊക്കെ കണ്ടുപിടിച്ച് അതിനുള്ള ഉപദേശം കൊടുത്ത് നിർത്താനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഏകദേശം ഒരു ആത്മവിശ്വാസമൊക്കെ അവരുടെ മുഖത്ത് പ്രകടമായപ്പോൾ ഞാൻ അവൻ്റെ ഉമ്മനെ വിളിച്ചു. അവൻ്റെ ഉമ്മനോട് ഇങ്ങനെ പറഞ്ഞു, ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ രക്ഷിതാക്കൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഈ ഒരു 9-ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചില സുഹൃത്തുക്കളിൽ പെട്ടി കുറച്ച് വേണ്ടാവൃത്തികളൊക്കെ അവരത്ത് പെട്ടു. അതിങ്ങനെ തുടർന്ന് പോയി അതിൻ്റെ ആളുകളായതാണ് ഇവൻ്റെ ഒരു പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ഒരിക്കലും അവൻ അങ്ങനെ സംഭവിക്കില്ല, അവൻ വളരെ നല്ല കുട്ടിയാണ്, ഒരു പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും അത് നമുക്ക് സാധ്യമല്ല. ഏതൊരു മനുഷ്യനും ഏറ്റവും നന്നായി പോകാനുള്ള യഥാർത്ഥ മാർഗം എന്തുള്ളൂ എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അപകടം നിങ്ങൾ ആലോചിച്ചോക്കെ. നിങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ആരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും പൊതുവേ ഞാൻ മനസ്സിലാക്കിയോടത്തോളം എന്താ വെച്ചാൽ ഈ സ്വകാര്യമായ ഈ ലൈംഗിക സദാചാര രംഗത്തെ സൂക്ഷ്മത കുറവ് ഇന്ന് വല്ലാതെ വ്യാപകമായി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ ചെറുപ്പക്കാരായ ആളുകളിൽ കാണുന്നതിലേറെ ഈ 50 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളെ കുറിച്ചാണ് ധാരാളം കംപ്ലയിൻറ്റ്സ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ 1/2%, വളരെ കുറച്ച് മാത്രമെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ, എന്നാൽ പോലും അത് ജീവിതത്തെ ബാധിക്കും. അത് എന്തുകൊണ്ടറിയോ, ഈ ലൈംഗിക സദാചാരത്തെക്കുറിച്ച് മാത്രം പറയുമ്പോഴാണ് ഇസ്ലാം അതിനെ വളരെ മൈന്യൂട്ടായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നു. എത്ര മാത്രം വെച്ചാൽ അന്നദറു ഐനാനി സിനാഹുമ അന്നദർ, കണ്ണിൻ്റെ നോട്ടം വ്യഭിചാരമാണ്. ഞാൻ പറഞ്ഞ അതിലൊരു കോംപ്രമൈസും ഇല്ല. കൈ കൊണ്ടൊന്ന് തൊട്ടാൽ അത് കയ്യിൻ്റെ വ്യഭിചാരമാണ്. ഇനി ആണിനോട് വേറെ പറയുന്നുണ്ട്, കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സ്വാരിഹിം, കണ്ണുകളെ താഴ്ത്താൻ പുരുഷന്മാരോട് പറയണം. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന, പെണ്ണുങ്ങളോട് പറയണം ആണുങ്ങൾ നോക്കരുത് എന്ന്. എത്ര കൃത്യതയോടുകൂടിയാണ് പറയും. അതായത് ഒരു അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീയെ ബോധപൂർവം ഒരു പെണ്ണിനെ തൊടട്ടെ എന്നുള്ള മനസ്സോടുകൂടെ തൊട്ടാൽ അവൻ്റെ തലയിൽ ഒരാണ്ടി അടിച്ചിറക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുമ്പോൾ എത്രയാണ്. മാത്രമല്ല ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, അങ്ങനെ ഒരു അവിഹിതമായ നോട്ടം സംഭവിച്ചാൽ അപ്പം നമ്മുടെ മനസ്സിലെ ലൈറ്റ് ഓഫ് ആവും, വെളിച്ചം കീടും. അന്നത്തെ ഒരു ദിവസം മുഴുവനും നമ്മുടെ മനസ്സിൻ്റെ പ്രകാശം അണഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു ഗൈഡൻസ് തരാൻ പടച്ചവനല്ലാതായിരിക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞു, എത്ര നമ്മളിപ്പോൾ മനഃശാസ്ത്രപരമായി പറഞ്ഞാലും
അതിനൊക്കെ ചില പരിമിതികളില്ലേ. ഇതിൻ്റെ ഒരു അപകടം, ഇപ്പോൾ ഞാനിപ്പോൾ ഈ വെക്കേഷൻ ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് പലരും. അപ്പോൾ ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്തെടുക്കുമ്പോൾ ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ അവരെഴുതി തരുന്ന സംശയങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരൂരൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ, ഒരു SLC പഠിച്ച കുട്ടികൾക്കുള്ള റിസർച്ചിൽ ക്യാമ്പ്. അപ്പോൾ ആ കുട്ടികൾ എഴുതി തരുന്ന സംശയങ്ങൾ കേട്ടാൽ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഒരു കുട്ടി എഴുതുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒരു കുട്ടിയോ 2 കുട്ടി എഴുതുന്ന ചോദ്യമല്ല. ആ സദസ്സിലുള്ള മിക്കവാറും കുട്ടികൾ മലയാളം അവർക്ക് അറിയില്ല, എഴുതാൻ ഇംഗ്ലീഷേ അറിയുള്ളൂ. എന്നിട്ട് അവരെങ്ങനെയൊക്കെ ഒപ്പിച്ചെഴുതി ആ മലയാളം വായിച്ചാൽ നമ്മുടെ കുട്ടികൾ ഏത് ലോകത്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തൊരു നല്ല കാറാണ് നമ്മളെ കാറ്. നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിൽ മിക്കവാറും ഇവിടെ ജീവിക്കാൻ നിവർത്തില്ലാത്ത ആൾക്കാരെ വീട്ടിൽ പോലും AC വന്നു. ഒരു 3000 മേലെ കറണ്ട് ബില്ല് കൊടുക്കുന്ന ആൾക്കാർ തന്നെ എല്ലാവരും. ആർക്കിപ്പോൾ സൗകര്യമില്ലാത്ത വിചാരിച്ച ഭക്ഷണം വീട്ടിലെത്തും. പക്ഷെ ഒരു ഭീതിയില്ലേ മനസ്സിൽ, ഒരു പേടിയില്ലേ മനസ്സിൽ, എന്തോ ഒരു സ്വസ്ഥത കുറവില്ലേ. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്തറിയോ, ആ സമാധാനക്കുറവിൻ്റെ കാരണം ചെറിയൊരു പ്രശ്നം കഴിഞ്ഞ ദിവസം ഉണ്ടായല്ലോ, ചെറിയൊരു തർക്കമുണ്ടായാലും, അല്ല മോളെ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഒരു ഫോൺ വന്നല്ലോ, അതുമുതൽ അതൊന്നല്ല. അസ്വസ്ഥതൻ്റെ കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഹവ, നമ്മുടെ ദേഹേച്ഛ നമ്മുടെ മാറാൻ സമ്മതിക്കുന്നില്ല. ആ ദേഹേച്ഛയ്ക്ക് കീഴ്പ്പെട്ട് അതിൽ നിന്ന് മോചനം നേടാതെ ജീവിക്കുന്നത് കൊണ്ട് മാത്രമുള്ള അസ്വസ്ഥതയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചോളൂ, നമ്മൾ ഏതൊരു കാര്യത്തിലാണോ നമ്മൾ അസ്വസ്ഥരാകുന്നത്, ആ ദേഹേച്ഛകളെ, ആ തിന്മകളെ മാറ്റി നിർത്താൻ പറ്റിയാൽ നമ്മൾ റിലാക്സ് ചെയ്യും. ഒരു ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരൊറ്റ ദിവസം പരീക്ഷിച്ചാൽ ഞാൻ ഈ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാവും. ഞാനൊരു ഉദാഹരണം വേണ്ടി മാത്രം പറഞ്ഞു. ജീവിതത്തിൽ ഏതു കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ ഇങ്ങനെയുണ്ട്. നമുക്ക് തന്ന ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അതിൻ്റേതായ ഒരു മഹത്വവും അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ പാലിക്കേണ്ട കടമകൾ നിർവഹിക്കാതിരുന്നാൽ ഇതുണ്ടാവും. കാരണം ആ കടമ നിർവഹിക്കാൻ അള്ളാഹു നമ്മളോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആ കടമ നിർവഹിച്ചാലേ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ കടമകളെ വിസ്മരിച്ചിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. ഇതിൽ ഒന്നാമത്തെ കടമ ആരാ? അള്ളാഹുവിനോട്. അള്ളാഹു നമുക്ക് തരുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. എന്നാൽ മനസ്സറിഞ്ഞ് ആ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു ദിവസം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും. അത് ചെയ്തിട്ടില്ല എന്നൊരു അസ്വസ്ഥത നമുക്കുണ്ടാവും. അത് വെറുതെ പറയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു രാത്രി നിങ്ങൾ സുബഹിൻ്റെ മുമ്പ് ഒരു 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചു, അല്പം ഉറക്കം ഒഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഇസ്തിഗ്ഫാറൊക്കെ നടത്തി ഒന്ന് പ്രാർത്ഥിച്ചു. അതല്ലെങ്കിൽ എന്ത് വെച്ചാൽ നിങ്ങൾ ആരും അറിയാതെ ഒരു നല്ല സംഖ്യ, ഒരു നിലക്കുള്ള ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ വജു മാത്രം ആഗ്രഹിച്ച് ഒരാൾക്ക് നിങ്ങൾ വേദനിക്കുന്നൊരു തുക കൊടുത്ത ദിവസം, ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്ത സ്ഥലം, അല്ലെങ്കിൽ ഒരു 3 സെൻറ്റ് സ്ഥലം ഒരാൾക്ക് വിട്ടുകൊടുത്ത സ്ഥലം, അല്ലെങ്കിൽ ഒരു ഗോൾഡ് വാങ്ങിക്കൊടുത്ത് നമുക്ക് അത്യാവശ്യം ചെയ്തു എന്ന് അത് അള്ളാഹുവിന് വേണ്ടി മാത്രം, അന്നത്തെ ഒരു ദിവസം ഭയങ്കരമായൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമുക്ക്. അതൊരു അള്ളാഹു ഇതൊക്കെ എനിക്ക് തന്നിട്ട് ഞാൻ അവനോടുള്ള കടമ നിർവഹിച്ചു എന്ന് പറയുമ്പോഴേ ആ ചാരിതാർത്ഥ്യം ഉണ്ടാവുള്ളൂ. അത് തോന്നാത്തിടത്തോളം കാലം നമുക്ക് ആ സ്വസ്ഥത കിട്ടൂല. അതിനാ നിസ്കാരം. നമ്മളിങ്ങനെ നിസ്കരിക്കും, എവിടെയെങ്കിലും പോകുമ്പോൾ നിസ്കരിക്കും, ഈ സൗകര്യം നിസ്കരിക്കും, അല്ലെങ്കിൽ വേഗം ബാത്റൂമിൽ നിന്ന് ഒന്നെടുത്ത് വന്ന് ഒരു മുസല്ലേം കൂടി ഇടാതെ ആ ടൈലും നിന്നിട്ട് എന്ത് ചെയ്യും, ആ നിസ്കാരം പകുതി വേണോ വേണ്ടിച്ച് നിസ്കരിക്കും. അതിലൊന്നും നമുക്ക് ഈ സംതൃപ്തി കിട്ടൂല. അത് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, നമ്മൾ വളരെ ഏകാഗ്രമായി അതിനു വേണ്ടി പള്ളിക്ക് പോകാൻ തീരുമാനിച്ച് അതിനു വേണ്ടി സമയം കണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ചാരിതാർത്ഥ്യം കിട്ടും. അതിപ്പോൾ 5 നേരമൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അയാൾ എത്രമാത്രം സംതൃപ്തനായിരിക്കും ആ ദിവസത്തിൽ. നമുക്ക് തന്ന ഗൈഡൻസുകൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീ ഇതേപോലെ ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം 10 കൊല്ലം മുമ്പ് അവരൊരു കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഞാൻ അന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അവർക്ക് അവരുടെ വീട്ടിലെ പാരൻസുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ അവരുടെ വിവാഹം കഴിച്ച വീട്ടിലെ ഉമ്മയുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് ഞാൻ അവർക്ക് എനിക്ക് പറ്റാവുന്ന ചില എൻ്റെ പരിചയം അനുസരിച്ച് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതോടുകൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരിക്കും. എനിക്ക് ഏകദേശം 10 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ അടുത്തൊരു ദിവസം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് കാണാൻ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ഇന്ന് കാണും, ദയവ് ചെയ്ത് നിങ്ങൾ ഇന്ന് എനിക്ക് കാണും. എൻ്റെ അത്രയും അടുത്തൊരു സുഹൃത്തായതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവിടെ വരാൻ വേണ്ടി പറഞ്ഞു. ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞ് ഞാൻ
അപ്പോൾ അവരെന്താ വെച്ചാൽ ശരിക്കിപ്പോൾ എന്ത് ചെയ്യും, പിന്നെ അവരിങ്ങനെ സംസാരിച്ച് തീരുന്നത് വരെ അവരെങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു സാധാരണ ഡിപ്രഷനുമായി ബന്ധപ്പെട്ടൊരു കരച്ചിലാണ്, അത് സങ്കടം കൊണ്ടുള്ളൊരു കരച്ചിൽ മാത്രമല്ല. അപ്പോൾ അവളിങ്ങനെ കരഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ കുറേ സമയം ആലോചിച്ചു, എന്തിനാ ഇപ്പോൾ ഏറ്റവും നല്ലൊരു കുടുംബ ചുറ്റുപാട്, ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്, അവർക്ക് നല്ല എല്ലാ സൗകര്യങ്ങളുണ്ട്, അവരുടെ ഉപ്പൻ്റെ ഉമ്മൻ്റെ കൂടെയല്ല, ഭർത്താവിൻ്റെ ഉമ്മൻ്റെ കൂടെയല്ല ഒക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഈ ഭർത്താവിൻ്റെ ഉമ്മക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? അവർ നിങ്ങളെ ഫോൺ ചെയ്ത് എന്തെങ്കിലും ഫോണിൽ പറയുന്നുണ്ടോ? പിന്നെ എന്തെങ്കിലും പ്രശ്നം? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്തു, വിവാഹം കഴിഞ്ഞ് പോന്നു, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാപ്പനിമ്മനും വിളിക്കുക, വിഷയങ്ങൾ അന്വേഷിക്കാം. നിങ്ങൾ എന്തിനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പോയി ഇടപെടുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് യാതൊരു നിലക്കുള്ള സംഗതി. അപ്പം ഞാൻ പിന്നെ എനിക്ക് കുറേ സമയം ഇരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ഈ മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളും വാക്കുകളുമാണോ നിങ്ങളുടെ പ്രശ്നം, അതോ വാപ്പയും ഉമ്മയുമൊക്കെ ആയിട്ടൊരു നല്ല ബന്ധം എനിക്ക് സ്ഥാപിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ വാപ്പൻ്റെ ഉമ്മൻ്റെ ഒരു പൊരുത്തവും സംതൃപ്തി ഇല്ലെങ്കിൽ പരലോകത്ത് ഞാൻ കുറ്റക്കാരിയായി പോകും, അങ്ങനെ മരിച്ചു പോയാൽ എനിക്ക് അതിനുള്ള ശിക്ഷ കിട്ടൂലേ, ഞാൻ അവിടെ പോയാൽ ബുദ്ധിമുട്ടാവൂലേ, ഇതാണോ നിങ്ങളുടെ ടെൻഷൻ എന്നാണ്. അപ്പോൾ അവരുടെ മുഖം തെളിഞ്ഞു. അവരുടെ അവസ്ഥ കണ്ടെത്തിയതിൻ്റെ ഒരു ഭയങ്കരമായ സന്തോഷത്തിൽ അവർ പറഞ്ഞു, സത്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി അതാണെന്ന്. അപ്പോൾ അമ്മായിമ്മ പീഡിപ്പിച്ചിട്ടല്ല, അമ്മായിമ്മ ചീത്ത പറഞ്ഞിട്ടല്ല, ഈ ഭർത്താവിൻ്റെ മാതാവിനോട് ഒരു നല്ല റിലേഷൻ സാധ്യമാകാതെ വന്നാൽ എൻ്റെ പരലോകം എന്താവും? സുഹൃത്തുക്കളെ, കടമകൾ, അള്ള പറഞ്ഞ കടമ, അള്ളാനെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടമ ആരോടാ? പാരൻസിനോടാണ്. അത് നിർവഹിക്കാതെ നിങ്ങൾ എത്ര നല്ല ഫ്ലാറ്റ് എടുത്താലും, നിങ്ങൾ എത്ര നല്ല സൗകര്യങ്ങൾ ചെയ്താലും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എത്ര ഉന്നത പദവികളിലേക്ക് എത്തിച്ചാലും നിങ്ങൾ വിചാരിക്കുന്ന സമാധാനം കിട്ടൂല. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാൻ്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ. അള്ളാൻ്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞ കടമകളാണെങ്കിലും, ഒഴിവാക്കാൻ പറഞ്ഞ തെറ്റുകളാണെങ്കിലും, നമ്മുടെ ബാധ്യതകളാണെങ്കിലും, ഏതാണെങ്കിലും അതിനൊരു സ്വാധീനമുണ്ടാകും. ഞാൻ വിശ്വസിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ എങ്കിലും എന്നെ അതൊന്ന് സ്ട്രൈക്ക് ചെയ്ത്. 10 കാര്യങ്ങൾ, മനസ്സിന് സന്തോഷം കിട്ടാനുള്ള 10 കാര്യങ്ങൾ. ഇപ്പോൾ ധാരാളം ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാകുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിത്തരം സ്പീച്ചസിനും കാര്യമൊക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ ചില ഏരിയകളൊക്കെ ഞാൻ പ്രത്യേകം കാണലുണ്ട്. ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഒരാൾ പറയാണ് സന്തോഷം ഉണ്ടാകാനുള്ള 10 കാര്യങ്ങൾ. അത് ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയാണ്, ഒരു ഡോക്ടറാണ്, ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ 10 കാര്യം. അപ്പോൾ ഈ 10 കാര്യവും ഞാൻ എന്ത് ചോദിച്ചാൽ ഇങ്ങനെ നോട്ട് ചെയ്തു. അയാൾ പറഞ്ഞ 10 കാര്യം വെറുതെ പഠിക്കും. അപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയ കാര്യം എന്താ, നിങ്ങൾ ആ 10 കാര്യങ്ങളും ഖുർആനും ഹദീസുമായി കണക്റ്റഡാണ്. അപ്പോൾ ഒരു പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തമായ ഹദീസുമായിട്ടുള്ള 10 കാര്യങ്ങളാണ്. ഇനി ഒരു 10ാമത്തെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം, 9 10ാമത്തെ പറയാം. 10ാമത് അയാൾ പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്കൊന്ന് എല്ലാ സമയത്തും നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മനസ്സന്തോഷമുള്ള ഒരാളായിരിക്കുന്നതാണ്. അത് നമുക്ക് ആലോചിക്കും, ഒരാളും പുഞ്ചിരിക്കാനൊക്കെ കഴിയണമെങ്കിൽ നമ്മൾ കുറച്ച് സ്വസ്ഥമാണെങ്കിലല്ലേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ കുറച്ചൊരു മനസ്സിന് വിശാലത വേണം, എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റണം, കുറച്ചൊരു കിബിറ് നമുക്ക് കുറവ് വേണം, കുറേ ക്വാളിറ്റികൾ ഉണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ചിരിക്കാനൊന്നും പറ്റില്ല. നിങ്ങളൊക്കെ ചിലപ്പോൾ വളരെ കുറച്ച് ചിരിക്കലുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലായി. കുറച്ചധികം ചിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സ് അത്രയും എന്ത് ചെയ്യണം, വിശാലമാകണം. വേറൊരാളോട് നമ്മൾ ചിരിക്കണല്ലോ, അപ്പോൾ അയാളോട് ചിരിക്കുമ്പോൾ അയാൾ നമ്മുടെ ഒരു സമാനനാണോ, അയാൾ എൻ്റെ സ്റ്റാൻഡേർഡിലുള്ള ആളാണോ, ഇതൊക്കെ നോക്കി വേണം പലർക്കും ചിരിക്കാൻ. മനസ്സ് തുറന്ന് ചിരിക്കണമെങ്കിൽ എന്ത് വേണമെന്നൊരു, ഞാനൊന്ന് ചിരിച്ചാൽ അതിനെനിക്കൊരു പ്രതിഫലം കിട്ടും. ത്വലാഖത്തുൽ വജ്ഹി സദഖാന്ന് കേട്ടിട്ടില്ലേ അല്ലേ? മുഖത്തിൻ്റെ പ്രസന്നത എന്താണ്? മുഖത്തിൻ്റെ പ്രസന്നത എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമാണ് എന്നാണ്. മുഖത്തിന് പിന്നെ നമ്മുടെ ഈ സ്റ്റാഫുകൾക്കൊക്കെ ക്ലാസ് കൊടുക്കുന്ന ആളുകൾ പലപ്പോഴും പറയും, നിങ്ങൾ കസ്റ്റമർ വന്നാൽ ഒന്ന് പുഞ്ചിരിക്കണം എന്ന് പറയും. അപ്പോൾ കസ്റ്റമർ വന്നാൽ ഒന്ന് പുഞ്ചിരിക്കണം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഒരു പുഞ്ചിരി കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര, കാരണം ആ പുഞ്ചിരിയിൽ നിന്ന് മാത്രമേ അവൾക്കൊരു എൻട്രി കിട്ടുള്ളൂ. ആ ആളുടെ ചിരിയിലൂടെയാണ് അവിടെ. അപ്പം നമ്മളൊരാൾക്കൊരു എൻട്രി കൊടുക്കണില്ലെങ്കിൽ നമ്മൾ ചിരിക്കൂല. നമ്മൾ ചിരിക്കണുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് നമ്മളൊരു എൻട്രി കൊടുക്കണുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കണില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ റിസപ്ഷനിൽ നിൽക്കുന്ന ഒരാൾ നമ്മൾ ചെല്ലുമ്പോൾ മൈൻഡ് ചെയ്യണം ചിരിക്കണില്ലെങ്കിൽ അങ്ങോട്ട് കയറണം എന്ന് അയാൾക്ക് താല്പര്യമില്ലാതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ചെറിയ വായന അതാണ്. അപ്പോൾ എത്ര ഒരു നിസ്സാരമായ കാര്യത്തിൽ പോലും ഒന്ന് ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കണം എന്ന് പറഞ്ഞൊരു ഗൈഡൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പോലും അത്ര വിശാലമായ അർത്ഥമുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കണേ, നമ്മളൊക്കെ എത്ര ഖുതുബ കേൾക്കണേ, എത്ര പ്രഭാഷണം, ഇതൊക്കെ ഗൈഡൻസ് അല്ലേ?
അള്ളാഹു നമുക്ക് തരുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഈ കിട്ടുന്ന കാര്യങ്ങളെല്ലാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് സൗകര്യമുള്ളതിനനുസരിച്ച് ഇതിനെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ സൗകര്യം അനുസരിച്ച് ചില കാര്യങ്ങൾ സ്വീകരിക്കുന്നു. വേഷം, ഇസ്ലാമിക ഡ്രസ്സ്. നിങ്ങൾ വെറുതെ ഈ പെരിന്തൽമണ്ണയിൽ ഏതെങ്കിലും ഒരു കടയിൽ നിങ്ങൾ കയറി നോക്കി, നിങ്ങളിപ്പോൾ ഒരു ലേഡീസ് ഡ്രസ്സ് നോക്കിയാൽ 2 കോമൺ ആയ കാര്യം നിങ്ങൾ ലേഡീസിൻ്റെ ഡ്രസ്സിന് കാണും. ഒന്ന്, കൈ ഉണ്ടാവില്ല പുതിയ ഡ്രസ്സിന്. രണ്ടാമത്തത്, അവരുടെ പാൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു 3/4 നിൽക്കും. അല്ലാത്തൊരു ഡ്രസ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടി തരയണം. എത്ര പെട്ടെന്ന് ആൾക്കാരെ കൾച്ചർ മാറിയത്. പക്ഷേ നിങ്ങൾക്ക് പറയൂ, എത്ര ഫാഷനും എന്തും മാറ്റവും നാട്ടിൽ വന്നാലും നമുക്ക് പറ്റൂ ആ ഡ്രസ്സ് ഇടാൻ. പക്ഷെ നമ്മൾ ആ ഡ്രസ്സിനോട് അഡ്ജസ്റ്റഡ് ആയി വരുന്ന എന്തുകൊണ്ട്? അത് ഹവയാണ്. നമുക്കൊരു നിയമമുണ്ട്, ദൈവികമായൊരു ഗൈഡൻസ് ഉണ്ട്. അതിൽ നിന്നും നമ്മൾക്കനുസരിച്ച് കൊണ്ടുള്ള ഡ്രസ്സിനെ എടുക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വഴങ്ങിക്കൊടുക്കുന്നതാണ്. ആ വഴങ്ങിക്കൊടുക്കലിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ് എന്ന് ഒരിക്കലും നമുക്കറിയില്ല. കാരണം പടച്ചോൻ പറഞ്ഞത്, ഡ്രസ്സിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിച്ചാൽ എന്താണ്? അല്ലായു ഉദയൻ, നമ്മൾ ഉപദ്രവിക്കപ്പെടുന്ന പറഞ്ഞാൽ ആരെങ്കിലും കയറി ബലാത്സംഗം ചെയ്യുന്നു, അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. അത് മാത്രമല്ല ഉപദ്രവം എന്ന് പറഞ്ഞാൽ. ഉപദ്രവം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മിനിമം എന്താ അറിയും? ഒരാളൊരു മോശമായ നിലക്ക് നമ്മളെങ്ങനെ ഫോളോ ചെയ്താൽ നമുക്കതിനോട് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മൾ അസ്വസ്ഥരാകും, വെറുതെ ഒരാൾ. അപ്പോൾ അതുകൊണ്ട് നല്ല ഇസ്ലാമിക ഡ്രസ്സൊക്കെ ധരിക്കുന്ന സ്ത്രീകൾ പറയും ഒരു ഭയങ്കര ഫ്രീഡം ഉണ്ട്. എന്താ ഫ്രീഡം? അല്ലെങ്കിൽ നമുക്ക് ഫ്രീഡം അല്ലേ? എന്താ ഫ്രീഡം? മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും നോട്ടങ്ങളിൽ നിന്നൊരു ഫ്രീഡം കിട്ടുമ്പോൾ അതൊരു ഫ്രീഡം തന്നെയാണ് ഇല്ലേ? വെറുതെ ഒരു മാസ്ക് വാങ്ങി മുഖത്തിട്ടാലും മുഖത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണതിനൊരു ആശ്വാസം കിട്ടൂലേ, അതൊരു ഫ്രീഡമാണ്. ശരി. അപ്പം അത് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊന്നും ശരിയല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഡ്രസ്സ് ശരിയല്ലെങ്കിൽ ഞാനിപ്പോൾ ആരെ പിന്നാലെ പോണു? ഇവിടെ ചോദിക്കും, ഞാൻ ആരെ കൂടെ പോകാനാ, അല്ലെങ്കിൽ എൻ്റെ ആരെ കൊണ്ടുപോകാൻ പോണത് എന്നൊക്കെ ചോദിച്ചു. അത്രയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ നോക്കി നിൽക്കുന്നു എന്നത് പോലും നമ്മുടെ ജീവിതത്തിന് പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം എത്രയാണ്? ഇപ്പം ഇന്ന് ഒരു 4 മണി സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരാൾ, ഞാൻ ഈ പെരിന്തൽമണ്ണയ്ക്ക് താമസം മാറിയത് അറിയാത്ത ഒരാൾ, ഇവിടെ എടത്തനാട്ടുകരയിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിനായിട്ട് അവിടെ നിന്നിട്ട് എൻ്റെ ഒരു ബന്ധുവിനെ കൊണ്ട് വിളിപ്പിച്ച് എന്നോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ നാട് ഇവിടെ നിന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല, എന്തായിരുന്നാലും നിങ്ങളിപ്പോൾ എവിടെയുള്ളത്, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ്, ഈ ഫോണ് പറഞ്ഞോളൂ, നമുക്ക് അതിനൊരു പരിഹാരം ഫോണിൽ തന്നെ പറയാമായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള്, അവൾക്കൊരു അഫെയർ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കണതാവുകൊണ്ട് നമുക്ക് അത്ഭുതം തോന്നി. അവൾക്ക് ഇപ്പം ആ കല്യാണം നടത്തി കൊടുക്കണം എന്ന് അവൾ പറഞ്ഞു. മനസ്സിലായി? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾക്ക് എന്ത് ചെയ്യണം? അവൾക്ക് അഫെയറുള്ള പയ്യനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കണം എന്നാണ്. എനിക്ക് അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞിപ്പോൾ അങ്ങനെ ഒരു 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് അഫെയർ ഉണ്ടായാൽ ആ കുട്ടിക്ക് എന്താണ്, ഇസ്ലാമിക ഡ്രസ്സില്ലാഞ്ഞിട്ടാണ്, ഇസ്ലാമിക അച്ചടക്കമില്ലാഞ്ഞിട്ടാണ് എന്നൊന്നും ഇപ്പോൾ ആ കുട്ടിനെ കാണാതെ ഊഹങ്ങൾ ഞാൻ പറയണില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇസ്ലാമികമായി ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് നിങ്ങളുടെ മോൾക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോളി. ഇസ്ലാമികമായി നിങ്ങളുടെ മോൾക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് എന്താണോ ആ ഗൈഡൻസ് കിട്ടാത്തൊരു കുട്ടിനെ നിങ്ങൾക്ക് കിട്ടില്ല. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല സുഹൃത്തുക്കളെ. ഇസ്ലാം അപ്രസക്തമാണ്, പിന്നെ അത് കാലഹരണപ്പെട്ടു പോയി, അത് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് എതിരാണ്, എന്തൊക്കെ പറഞ്ഞിട്ടാണ്, സ്ത്രീപക്ഷമല്ല ഇസ്ലാം, എന്തൊക്കെ പറഞ്ഞോട്ടെ. സത്യം പറയുകയാണെങ്കിൽ ഒരു ദീനിൽ എല്ലാവരുടെയും സുരക്ഷ ഈ ദീന് കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. ഞാൻ ഇപ്പം ഈ പുലാമന്തോൾ റിസോർട്ടിൽ വെച്ചിട്ട് ഒരു മാസം മുമ്പ് ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആളുകൾ ഗേൾസിന് വേണ്ടി മാത്രം ഒരു ഗ്യാതറിങ് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു ഫാക്കൽറ്റിയിൽ പങ്കെടുത്തു. അപ്പോൾ ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, വിവാഹം ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് കൈപൊന്തിക്കാൻ. 50% കുട്ടികൾ വിവാഹം വേണ്ടാന്നാണ്. ഞാൻ സുഹൃത്തുക്കളെ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു 19-20 വയസ്സൊക്കെ 20 വയസ്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മോള് പറയാണ് വിവാഹത്തെക്കുറിച്ചോട് പറയരുത്, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം, അതിൽ വെറുതെ പാരൻസ് ഇടപെടരുത്. മനസ്സിലായി? നിങ്ങൾക്ക് എന്താ പറഞ്ഞു, കല്യാണം കഴിക്കാൻ എന്നോട് പറയരുത് എന്ന് ശക്തമായി നിങ്ങൾ തകർന്നു പോകുന്ന ഒരു ദിനമായിരിക്കും അത്. കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് അതാണ്. എന്നാൽ ഇസ്ലാമികമായൊരു ഗൈഡൻസ് ഉണ്ട്, അത് കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ
ആ കുട്ടി തിരിച്ച് ചിന്തിക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഒരു 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. എൻ്റെ ക്ലാസ്സിൻ്റെ മഹത്വം പറയാനൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്ന് എനിക്കറിയാം. അവിടെ ഞാൻ 1.5 മണിക്കൂർ ക്ലാസ് ചെയ്തു, അവരോട് ഇൻട്രാക്ട് ചെയ്തു, ഒക്കെ പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഒരേ പ്രായം കുട്ടികളല്ല, മിക്കവാറും കുട്ടികളൊക്കെ ഒരു 15 വയസ്സിന് മുകളിലാണ്, പക്ഷെ അതിന് താഴെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞു, ഇനിയിപ്പോൾ വിവാഹത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇനി ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് വിവാഹം കഴിക്കണമെന്ന് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളും ചിരിച്ച്. എല്ലാ കുട്ടികളും ചിരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു തമാശയുടേത് മാത്രമല്ല, ഒരു വിവാഹത്തിനോടുള്ള ഒരു ആഗ്രഹം സത്യത്തിൽ എന്ത് ചെയ്തു വെച്ചാൽ ആ ഒരു 1.5 മണിക്കൂർ നേരത്തെ സെഷന് കൊണ്ട് അവിടെ മനസ്സിലുണ്ടായി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? അങ്ങനെ ഒന്ന് വരുത്താൻ ആർക്ക് പറ്റും? ഞാൻ ഇന്ന ഇസ്ലാമികമായി നമ്മൾ ശരിക്കും ഒരു സ്ത്രീയുടെ അവകാശങ്ങളെയും ഒരു സ്ത്രീകളുടെ അവസ്ഥകളെയും വിലയിരുത്തി പറഞ്ഞു കൊടുത്താൽ നടക്കും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം, അപ്പോൾ നിങ്ങൾക്ക് IAS IPS ഒക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടും. എവിടെ പോവുകയാണെങ്കിൽ പരിചയപ്പെട്ട റെസ്പെക്റ്റ് കിട്ടും. നിങ്ങൾക്ക് ജോലി ഉണ്ടായിക്കോട്ടെ, എന്താ പ്രശ്നം? നിങ്ങൾക്ക് ജോലി ഉണ്ടായിക്കോട്ടെ, നല്ല ജോലി ഉണ്ടായിക്കോട്ടെ, നല്ല ശമ്പളം ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ശമ്പളവും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ചൂഷണം ചെയ്യാൻ പാടില്ല. അവിടെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവ് വേണം, ഇസ്ലാമികമായ അറിവ് വേണം. എന്താ ഇസ്ലാമികമായ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ സാലറി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അത് നിങ്ങൾക്കുള്ളതാണ്. കുടുംബത്തിലെ എന്ത് ചെലവും ഭർത്താവാണ് ചെലവഴിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹായിക്കാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു സാധനം വാങ്ങാൻ പറ്റില്ല എന്നൊന്നും അർത്ഥമില്ല. മറിച്ച് എന്താണ്? അപ്പോൾ പലപ്പോഴും ചിന്തിച്ചു നോക്കും നിങ്ങൾ, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ജോലി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എംപ്ലോയീസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവർ ഒരു എംപ്ലോയി എന്നുള്ള നിലക്കുള്ള കംപ്ലീറ്റ് വർക്ക് അവർ ചെയ്യണം, വേണ്ടേ? ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർക്ക് എനിക്ക് എത്ര വർക്ക് ലോഡ് ഉണ്ടോ അത്ര വർക്ക് ലോഡ് അവർക്കുണ്ട്. അവരൊരു ലേഡി ആണെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് 6 മാസമായിട്ടുള്ളത് കൊണ്ടോ അവർ കുറച്ച് പ്രായമായി എന്നുള്ളത് കൊണ്ടോ എന്തെങ്കിലും ഇളവുണ്ടോ, എന്തെങ്കിലും സംവരണം ഉണ്ടോ, ഹവറിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. അവരത് പൂർണ്ണമായി ചെയ്യണം. എന്നാൽ അതോടൊപ്പം ഒരു മദർ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു വൈഫ് എന്ന നിലക്ക് എന്തെല്ലാം ഡ്യൂട്ടികളുണ്ടോ ആ ഡ്യൂട്ടികൾ മുഴുവനും അവർ വീട്ടിൽ ചെയ്തിരിക്കുകയും വേണം. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്താണ് പോണത്. അപ്പോൾ അത് ചെയ്തോട്ടെ, അത് ചെയ്യുന്നതിന് ഒരു വിരോധമല്ല. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഞാൻ ജോലി കൂടെ എക്സ്ട്രാ ചെയ്ത് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ത് ചെയ്യണം? എനിക്ക് ഉപകാരപ്പെടണം, എൻ്റെ പരലോകത്തേക്ക് ഉപകാരപ്പെടണം, എനിക്കതുകൊണ്ട് പല നേട്ടങ്ങൾ ഉണ്ടാവണം എന്നൊരവസ്ഥ വേണം. എന്നാൽ പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, പലപ്പോഴും സംഭവിക്കുന്നത് ആ പണം എന്ത് ചെയ്യും? അവർക്കോ കുടുംബത്തിനോ ആർക്കും ഉപകാരപ്പെടാതെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഒരു സംശയമില്ല. ഞാനിത് പറയണ കാരണം ജോലി ചെയ്യേണ്ടെന്ന് പറയാനോ അല്ലെങ്കിൽ ശമ്പളം ഭർത്താവിനെ സഹായിക്കേണ്ട എന്ന് പറയാനൊന്നുമല്ല. പക്ഷേ ഒരു പുരുഷനാണ് പൂർണ്ണമായും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നത് ഇസ്ലാമിൻ്റെ ഒരു ഗൈഡൻസാണ്. എന്തുകൊണ്ടറിയെങ്കിലും എങ്കിലേ ഒരു കുടുംബം അയാളുടെ കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ജീവിതം കിട്ടുള്ളൂ. കാരണം എന്താ? എന്തെങ്കിലും സ്വന്തമായി വരുമാനമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ഭർത്താവിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ, നിനക്ക് പൈസ അല്ലേ, വാങ്ങിക്കൂടെ? നിനക്ക് മൊബൈൽ വാങ്ങുമ്പോൾ ഞാൻ പൈസ തരണോ? നിനക്ക് ചുരിദാർ വാങ്ങാൻ ഞാൻ പൈസ തരണോ എന്നാണ് തിരിച്ചു ചോദിക്കുക. ഭർത്താവ് വാങ്ങിത്തരുന്ന സുഖവും നാം നമ്മുടെ പണം കൊണ്ട് വാങ്ങുന്ന സുഖവും വ്യത്യാസമുണ്ട്. ഭർത്താവ് തരുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്, മനസ്സിലായി? എത്ര പണമുണ്ടെങ്കിലും ഞാൻ പറയും, ഒരു ആണുങ്ങളോട് പറയും, നിങ്ങൾ പറയണത് നിൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ടെങ്കിലും നിൻ്റെ ആവശ്യം ഞാൻ നിർവഹിക്കും, അത് എൻ്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങണം. എൻ്റെ പണം കൊണ്ടുള്ള ഡ്രസ്സേ നീ ധരിക്കാൻ പാടുള്ളൂ, ഞാൻ വാങ്ങിത്തരുന്ന മൊബൈൽ നീ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, എൻ്റെ അല്ല, അത് എൻ്റെ ഒരു കടമയാണ്. അല്ലെ, പുരുഷൻ്റെ കടമയല്ലേ? ഒബിമ അമ്പക്കും പിന്നെ അമ്പാലിക്കുന്ന അതൊരു പുരുഷൻ്റെ കടമയാണ്. എന്താ നിനക്ക് വേണമെങ്കിൽ എനിക്ക് വാങ്ങിത്തരാം, പ്രശ്നമില്ല. എൻ്റെ മൊബൈൽ നീ വാങ്ങിത്തന്നോ, എനിക്ക് കാർ നീ വാങ്ങിത്തന്നോ, എനിക്കതിന് പ്രശ്നമില്ല. അത് എൻ്റെ ഒരു സമ്മാനം, ഒരു ഹദിയ അല്ലെങ്കിൽ ഒരു സഹായം, അത്രേ ഉള്ളൂ. ഇതെന്തിനാണ്? ഇതൊരു പോളിസിയാണ്. ഈ തത്വത്തിൽ നിന്നാലേ നിങ്ങൾക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ തത്വത്തിൽ നിന്നാലേ നിങ്ങൾക്ക് കുടുംബം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയെന്ന് വെച്ചാൽ, എനിക്ക് എല്ലാ പെൺകുട്ടികളും പറഞ്ഞ് ഞങ്ങൾക്ക് ജോലി വേണം. അപ്പോൾ എന്തിനാ ജോലി? എന്തിനാ നിങ്ങൾക്ക് ജോലി? എല്ലാവർക്കും ഒരേ ഉത്തരം. ആ ഉത്തരം നിങ്ങൾക്ക് അറിയും. ജോലി വേണം എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് എല്ലാം ഒരേ ഉത്തരം. ഒരേ ഉത്തരം തരും, നമുക്ക് നമ്മുടെ സ്വന്തം കാലം നിൽക്കേണ്ടേ ആ ഉത്തരം എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിച്ചാലും നമുക്ക് സ്വതന്ത്രമായി സമ്പാദിച്ച് ചെലവഴിച്ച് അങ്ങനെ ഒരു പെണ്ണ് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു സ്ത്രീ അങ്ങനെ വിചാരിച്ചാൽ എന്ത്? ഞാൻ വിവാഹം കഴിഞ്ഞാലും ഒരു ഭർത്താവിൻ്റെ ഔദാര്യങ്ങൾ പറ്റി അയാളുടെ ചെലവ് പറ്റി ജീവിച്ച് അയാൾക്ക് കീഴിൽ പോകാൻ തൽക്കാലം ഞാൻ വിചാരിക്കണില്ല എന്താണ് മനസ്സിലെങ്കിൽ എത്ര കണ്ട ആ കുടുംബജീവിതം മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് അടിമയാകണം എന്നൊന്നും അതിൽ അർത്ഥമില്ല, അതൊരു അവകാശമാണ്. എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആയാൽ
ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എൻ്റെ ശമ്പളം കിട്ടൽ എനിക്ക് എത്ര അവകാശമാണോ അതിനേക്കാളും വരെ വലിയ അവകാശമാണ് എന്തറിയോ, വിവാഹം കഴിച്ച ഒരു പുരുഷൻ എന്ത് ചെയ്യണം, ആ സ്ത്രീക്ക് വേണ്ട എല്ലാം, താമസിക്കാൻ നല്ല സുരക്ഷിതമായ താമസം കൊടുക്കണം, അയാളെ പായതിന് വസ്ത്രം കൊടുക്കണം. ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ല. ഞാൻ പറയും, പിന്നെ കല്യാണം നടക്കണം, വിവാഹം നടക്കണ ആ ദിവസം ഈ പെൺകുട്ടികളെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ഡ്രസ്സ് മാറ്റും. ആ ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് സാധാരണ എന്താ അറിയോ, പിന്നെ ഭർത്താവിൻ്റെ പെങ്ങന്മാരും വീട്ടുകാരൊക്കെ വന്നിട്ട് പറയും, എല്ലാം കർച്ചീഫും എല്ലാ സാധനങ്ങളും ഇന്നർ വെയേഴ്സും എല്ലാം ഭർത്താവിൻ്റെത് വേണമെന്നാണ് നിർബന്ധം. എല്ലാം എന്താ ഇന്ന് മുതൽ അയാളുടേതാണ്. അപ്പം അത് എല്ലാവരും അംഗീകരിച്ചൊരു പോളിസി അല്ലത്, എല്ലാവരും അംഗീകരിച്ചൊരു തത്വമല്ലത്. എന്തപ്പോൾ അവളുടെ വാപ്പെടുത്തൊടുത്ത ഏറ്റവും മനോഹരമായൊരു ഡ്രസ്സ് എന്താ വന്നിട്ടാണ് പോയാൽ തൽക്കാലം ഭർത്താവിൻ്റെ വീട്ടിലെത്തിയിട്ട് മാറ്റിയ പോലെ. അതുകൊണ്ടൊക്കെ ഇപ്പോൾ എന്തിനു സംഭവിക്കാണ് ലോകത്ത്. പക്ഷെ ഒരു തത്വം, ഇന്നത്തോടുകൂടെ നിന്റെ സംരക്ഷണ ചുമതല ഇയാൾക്കായി എന്നാണ്. അപ്പോൾ ഞാൻ തമാശയായിട്ട് പറയും, ഈ 10,000 റുപ്യേൻ്റെ ഡ്രസ്സ് മാത്രമേ മാറ്റുള്ളൂ, ബാക്കി 200 പവൻ്റെ ഗോൾഡ് വാപ്പ കൊടുത്തത് ഇന്ന് വാപ്പൻ്റെ ഒന്നും പറ്റൂല എന്ന് ആരും പറയില്ല. അതൊക്കെ സ്വർണ്ണമൊക്കെ വാപ്പ കൊടുത്തത് പറ്റും, ഡ്രസ്സ് മാത്രം ഭർത്താവിൻ്റെ മൈതാണ്. ഞാൻ പറഞ്ഞത് ഗോൾഡ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു പുരുഷന് പറയാൻ പറ്റണം വിവാഹത്തിൻ്റെ അന്ന്, ഇതുവരെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഗോൾഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങി വെക്കണം. പക്ഷേ ഇന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഒരു ഗോൾഡും അവൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കണ്ട. വിവാഹത്തിന് ശേഷം ഒരു കാര്യത്തിനും അവളുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടയില്ല. അതിനിപ്പോൾ അവളുടെ ചികിത്സയാണെങ്കിൽ എന്താണ്, ഇതൊക്കെ എന്തിനാ ഈ തത്വം നിറങ്ങൾ? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇസ്ലാം എല്ലാം സ്മൂത്തായി പോകാൻ വേണ്ടി വെച്ച ഒരു ഗൈഡൻസാണ്. നമ്മൾ ആ നിയമങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി പോയാൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ പ്രൊഫൈസ് നിങ്ങൾക്ക് അറിയാം, ഒരു പക്ഷേ പ്രൊഫൈസ് പിന്നെ ഈ പ്രാവശ്യം കൊണക്ക് ഏറ്റവും ലാസ്റ്റ് നടന്നത് എറണാകുളത്താണെന്നല്ലേ, എറണാകുളത്ത്. അപ്പോൾ ഒരു പെൺകുട്ടി എന്നും വന്ന് എന്നോട് സങ്കടങ്ങൾ പറയും, ഓരോ സങ്കടങ്ങൾ വിഷമങ്ങൾ പറയും, ഭർത്താവിനെ പറ്റിയാണ് പറയാം. അപ്പോൾ ഒരിക്കൽ ഞാനൊരു ക്ലാസ്സിന് വേണ്ടി പോയപ്പോൾ അവളുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ എൻ്റെ പ്രസംഗം ബോധപൂർവ്വം ഞാൻ എന്ത് ചോദിച്ചാൽ ആ കുട്ടിക്ക് സഹായകമാകുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ചോദിച്ചപ്പോൾ പിന്നെ അവൻ്റെ സുഹൃത്ത് അവനോട് പറഞ്ഞു, നീ കേൾക്കേണ്ട ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഇവിടെ ആ ഉസ്താദ് പ്രസംഗിച്ചതെന്ന് സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ അവനോട് നിങ്ങൾ പുറത്ത് ചാടി കമ്മിക്കണം, എൻ്റെ പ്രസംഗം കഴിയുന്ന വരെ അവൻ ചാടി കമ്മിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ നിങ്ങൾ പ്രൊഫൈസിനെ ആളുകളെ ഇങ്ങനെ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചോദിച്ചാൽ ഒരു ഇൻവിറ്റേഷൻ അയച്ചു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന ഡേറ്റിലാണ് പരിപാടി, അന്ന് എന്തായാലും അവിടെ കാണണം. എനിക്ക് അവരോട് പറയാനുള്ള ചെറിയൊരു അധികാരം കൂടി എനിക്ക്, ഞാൻ നിർബന്ധമായും അവിടെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ വൈഫിനോട് പറഞ്ഞു, അന്ന് എന്ത് പരിപാടിയാണെങ്കിലും പ്രൊഫൈസിൽ വന്നേക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ അവർ സ്റ്റാർട്ട് ചെയ്യേണ്ട കറക്റ്റ് ടൈമിൽ വന്നു. ഞാൻ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ സദസ്സിൽ അവനെ ഞാൻ കണ്ടു. ഞാൻ സത്യമായിട്ട് കൂടെ പറഞ്ഞത്, ഇന്ന് വരെ ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നമല്ല. പ്രൊഫൈസ് കഴിഞ്ഞിട്ട് ഈ ദിവസം വരെ ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നമല്ല. ആ പ്രൊഫൈസിന് വന്നതിന് ശേഷം വന്ന മാറ്റത്തെക്കുറിച്ച് ഇന്നുകൂടെ ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് കേട്ടു. അയാളുടെ വൈഫിൽ നിന്ന് ഞാൻ ഫീഡ്ബാക്ക് കേട്ടു. ഞാൻ എന്തിനത് പറഞ്ഞ സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടേണ്ട ഗൈഡൻസ് കിട്ടാതെ പോകുന്നതിൻ്റെ നഷ്ടം വലുതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിൽ നിന്ന് കിട്ടേണ്ട ഒരു ജീവിതം കിട്ടാതെ പോയത് ഇസ്ലാമിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് കുടുംബജീവിതം നയിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു ഭർത്താവിൻ്റെ അനുഭവം, ഒരു ഭർത്താവ് നിന്ന് കിട്ടുന്ന അനുഭവം നിങ്ങൾക്ക് കിട്ടാതെ പോയത് എന്തുകൊണ്ടറിയൂ? എങ്ങനെയാണ് ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറയും, ഇസ്ലാം ഒരു മേഖലയെയും ഉപേക്ഷിക്കാതെ നമുക്ക് ഗൈഡൻസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്പം സീരിയസ് ആവുക. ഞാൻ അധികം വേണം സീരിയസ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞു മനസ്സിലാക്കി ഞാൻ ആ വഴിക്കേ പോവുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അത്ഭുതകരമായ മാറ്റം ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ചില വിവരങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് സ്വീകരിക്കാവുന്നതിനനുസരിച്ച് അതിൽ ചില മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കും. ഇസ്ലാമോട് കാര്യമില്ല, ഇസ്ലാമോട് ഒരു കാര്യമില്ല. മാറുകയാണെങ്കിൽ സമ്പൂർണമായി ഇസ്ലാമിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ചു കൊണ്ട് നമ്മൾ ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പം എന്നിൽ നിന്നും നിങ്ങൾക്ക് സന്മാർഗം വന്നു കിട്ടും. ആ സന്മാർഗം വന്നു കിട്ടിയാൽ പമൻ തബിയ ഹുദായ, എൻ്റെ സന്മാർഗത്തെ ആര് പിൻപറ്റിയോ ഫലാ ഖൗഫുൻ അലൈഹിം, പിന്നെ അവന് ഭയമല്ല, അവന് ദുഃഖമല്ല, ഭയമല്ല.
എത്ര ഉറപ്പാണ് തരുന്നത്. ദുഃഖവും ഭയവും ഇല്ലാത്തൊരു ജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. സ്വർഗത്തിനെ പറയാം, സ്വർഗത്തിൽ മാത്രമാണ് ദുഃഖവും ഭയവും ഇല്ലാത്തത്. ദുഃഖവും ഭയവും നീങ്ങിയാൽ പിന്നെ മനസ്സമാധാനമായി. ഈ മനസ്സമാധാനം നമുക്ക് ലഭിക്കാൻ ഈ ഗൈഡൻസ് എല്ലാം സാമ്പത്തിക രംഗത്ത് നിങ്ങൾ പാലിക്കണം. ഞാൻ പറയും, ഈ കോടികൾ കയ്യിൽ വരുന്ന ആളുകൾ പോലും മനസ്സിന് യോജിക്കാത്ത സംഖ്യ വാങ്ങി വെക്കുന്നുണ്ട്. നിങ്ങൾ ഉറപ്പിച്ചോളി, നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് കിട്ടാവുന്ന എല്ലാ കുരുത്തവും നഷ്ടപ്പെട്ടു. അത് പടച്ചോൻ പറഞ്ഞാണ്, പടച്ചോൻ തന്ന ഗൈഡൻസാണ്. സിദ്ക്ക് സത്യസന്ധത പറഞ്ഞ അധ്യായമുണ്ട് ദിയാദു സാലിഹിൽ. നിങ്ങൾ ഒരാളിൽ നിന്ന് ഒരു ബിസിനസ് ആവശ്യാർത്ഥം ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് ഒരു കസ്റ്റമറിലേക്ക് പണം വാങ്ങുകയാണെങ്കിൽ അത് അയാളെ ഏതെങ്കിലും നിലക്ക് നമ്മൾ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബിസിനസ്സിൻ്റെ എല്ലാ അനുഗ്രഹവും നഷ്ടപ്പെട്ടു പോകുന്ന മുഹക്കത്ത് ബർക്കത്തും അതിൻ്റെ ബർക്കത്തില്ലാതാവുന്ന. നിങ്ങൾക്ക് ആ പണം ഒരു വേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ആ പണം നമ്മളെ കഷ്ടപ്പെടുത്തും. ആ പണം നമ്മളിത് പോയി കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഡയാലിസിസ് വേണ്ടി വരും. ആ പൈസ നമ്മളെടുത്ത് കൈശിലായി പോകണമെങ്കിൽ. മനസ്സിലായി? എന്തിനാ വെറുതെ വാങ്ങിക്കണേ സുഹൃത്തുക്കളെ? എല്ലാ സൗകര്യങ്ങളുള്ള ആൾക്കാർ എന്തിനാ വാങ്ങിക്കണം? നമ്മൾ വാങ്ങി വെക്കരുത്. അത് അള്ള പറഞ്ഞാണ് നമുക്ക് തൊടാൻ പറ്റും. എത്രമാത്രം നിങ്ങൾ സക്കാത്ത് ശരിക്ക് കണക്ക് കൂട്ടി കൊടുക്കുന്നില്ലെങ്കിൽ, സക്കാത്ത് മാറ്റി വെക്കാത്ത പണം നിഷിദ്ധമായ പണമാണ്. അതിന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ പാടില്ല. സക്കാത്ത് വളരെ കണിശമായി മാറ്റി വെക്കണം. ഇത് സാമ്പത്തിക രംഗത്തിലെ ഗൈഡൻസാണ്. അത് പാലിക്കാത്തവന് പണം കൊണ്ടുള്ള ഒരു സ്വസ്ഥമായ ജീവിതം സാധ്യമാവില്ല. ഏത് വിഷയത്തിലാണ് അള്ളാഹു നമുക്ക് തന്ന മാർഗനിർദ്ദേശം, അവിടെ ഹവ വരരുത്, നമ്മളെ ഇഷ്ടമാവരുത്, അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ച് പോകണം. ഇപ്പം എന്താണ് അതിനുള്ള പരിഹാര മാർഗം? ഇപ്പം അമ്മാമൻ ഖാഫ മക്കാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. പടച്ചോനെ പേടിക്കുക. പടച്ചവൻ്റെ കോപത്തെ അതിജീവിക്കുന്ന അവൻ്റെ കരുണ. അവൻ അളവറ്റ ദയാപരനാണ്, അർറഹ്മാനുർ റഹീമാണ്, പരമകാരുണികനാണ്. അപ്പോൾ പടച്ചവനെ പേടിക്കാൻ എന്താണ്? അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോകുന്നത്. എൻ്റെ വേഷം, എൻ്റെ രൂപം, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത, എൻ്റെ ഇടപാട് എല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ജീവിതം മുന്നോട്ട് പോകും. സുഹൃത്തുക്കൾ, ഇത്രേ പറഞ്ഞു തരാൻ കഴിയുള്ളൂ. നമ്മളെല്ലാവരും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എത്രയോ നല്ലതാണെന്ന് സ്വയം വിചാരിക്കുന്നത് കൊണ്ട് ഒരു കാര്യമല്ല. അമ്മാമനിസ്തകനാന്നാണ്. അമ്മാമനിസ്തകനാണെന്താ? കേൾക്കും പറയൊക്കെ ചെയ്താലും ഇത്രയ്ക്ക് ഇതന്നെ എത്രയെങ്കിലും മതി എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ആൾക്കാരിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, അതാണ് ഒരു ചേഞ്ച് വരില്ല. ഇപ്പം ഇതിനേക്കാളൊക്കെ ഇപ്പം അപ്പുറം ഒരാൾക്ക് ഇപ്പോൾ കഴിയുമോ? ഇത്രയൊക്കെ തന്നെ ഇപ്പോൾ കഴിയുള്ളൂ. നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കഴിയുമോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തുമേ നമുക്ക് പറ്റുന്നൊരു ഇസ്ലാമിനെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. മനസ്സിലായി? അത് എത്രമാത്രം നമ്മൾ അതിൽ വെള്ളം ചേർത്തോ അതിൻ്റെ ദോഷം നമുക്ക് വരും. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടെ, ഒരു നല്ല മനസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ മാർഗദർശനത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ഞാൻ അവസാനിപ്പിക്കും പറയാം, ഈ ഹിദായത്ത് എന്ന് പറയുന്ന ഗൈഡൻസ് എന്ന വാക്ക് 2 തലങ്ങളുണ്ട്. ഒന്നാം തലങ്ങൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും അള്ളാഹ് സൃഷ്ടിച്ചു. എന്നിട്ട് റബ്ബുൽ ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു, അതിന് ഹിദായത്ത് കൊടുത്തു. നമ്മൾ സിമ്പിളായിട്ട് പറയും, ഒരു താറാവ് മുട്ടയും ഒരു കോഴിമുട്ടയും വിരിയാറായ സമയത്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെള്ളത്തിനടുത്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ താറാവ് കുഞ്ഞ് വിരിഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യും, നേരെ വെള്ളത്തിലേക്ക് പോകും. എന്നാൽ കോഴിക്കുഞ്ഞ് വെള്ളത്തിൻ്റെ വിപരീതമായി നടക്കും, വെള്ളത്തെ ഭയപ്പെടും. അതാണ് ഹുദ, അള്ളാഹ് കൊടുക്കുന്ന ഗൈഡൻസ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും സ്മൂത്തായി ഇവിടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് അറിയും? അള്ളാഹ് കൊടുത്ത ഗൈഡൻസ് ഉള്ളതുകൊണ്ടാണ്. അവിടെ ഭക്ഷണത്തിന് എവിടെ പോകണം, പിന്നെ സുരക്ഷിതത്വം എങ്ങനെ നേടണം, ഇതൊക്കെ പടച്ചോൻ കൊടുത്തൊരു ഗൈഡൻസാണ്. അതില്ലാതെ ഒരു സൃഷ്ടിയെയും അള്ളാഹു കൊണ്ട് വിട്ടിട്ടില്ല. ഇവിടുത്തെ മത്സ്യങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും കീടങ്ങൾക്കും എല്ലാം അള്ളാഹുവിൻ്റെ ഹിദായത്തുണ്ട്, ഹുദയുണ്ട്. ആ ഹുദ നമുക്ക് അള്ളാഹു തന്നത് എങ്ങനെയാണെന്ന് അറിയുങ്ങൾ ഖുർആനായിട്ടാണ്, ഹുദൻ ലിന്നാസ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുറച്ചും കൂടെ ഒക്കെ പഠിക്കണം, കുറച്ചും കൂടെ മനസ്സിലാക്കണം. നമ്മളെക്കുറിച്ച് ഒന്നും കൂടെ ഒരു ആത്മവിചിന്തനം നടത്തണം. എവിടെയൊക്കെയോ പിഴച്ചിട്ടുണ്ട്. അല്പസമയം 2 മാസം കൂടുമ്പോൾ ഒരു ഫോക്കസിനെ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് പോയിരിക്കുക ഒരു മനസമാധാനത്തിന് എന്ന് വന്നാൽ ആ ഒരു മനസമാധാനം മാത്രമേ കിട്ടുള്ളൂ. ഇതുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല അത്. നിങ്ങൾ നല്ല സമയമെടുത്ത് ദീൻ്റെ കാര്യങ്ങൾ ശരിയായി പഠിക്കാം. അത് നല്ല ഗൈഡൻസോടു കൂടെയും നല്ല ഒരു ഉസ്താദിയത്തോടു കൂടെയും പഠിക്കാം. എവിടെന്നെങ്കിലുമൊക്കെ കയറി പഠിച്ച് ആകെ തീവ്രമായി പോയി മതമൊക്കെ നമുക്ക് പ്രായോഗികമല്ലാതായി ദീൻ തന്നെ പുറത്തു പോണ അവസ്ഥയിലല്ല.
അതിലൊക്കെ പ്രായോഗികമായി വിവരമുള്ള ആളുകളിൽ നിന്ന് ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങളോട് പഠിച്ചാൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. ഹവയെക്കുറിച്ചും ഹവ നമ്മളിൽ ഒരല്പം പോലും വരാതിരിക്കണം. ലഫസദത്തി സമാവാത്തു, ഹവയിലേക്ക് പോയാൽ എല്ലാം തകർന്ന് തരിപ്പണമാകുന്നതാണ്. ഹവയനുസരിച്ച് പോയാൽ എല്ലാം നശിച്ചു പോകുമെന്നാണ്. ആ ഹവയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. ഇസ്ലാമിൻ്റെ ഗൈഡൻസ്, ഖുർആൻ ശരിക്ക് പഠിക്കുക, ഹദീസ് ശരിക്ക് പഠിക്കുക, ഓരോ വിഷയങ്ങളെക്കുറിച്ചും ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പഠിക്കുക. വാർദ്ധക്യത്തിലും യുവത്വത്തിലും കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ആരോഗ്യത്തിലും ചികിത്സയിലും എല്ലാം വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിൻ്റെ വെന്റിലേറ്റർ ഊരണോ ഊരണ്ടേ എന്ന ചർച്ചയിൽ ഒരു എക്സ്പേർട്ടായ ഡോക്ടർക്ക് പറയാൻ പറ്റുന്നത് പോലെ ഒരു സ്കോളർക്കും, ഒരു ഇസ്ലാമിക സ്കോളർക്കും ചിലത് പറയാനുണ്ടാകും. അത്ര സമ്പൂർണ്ണമാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിനെ മാറ്റി നിർത്തി ജീവിതത്തിൽ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ നിലക്ക് സമഗ്രമായി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ, അത് വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നമ്മൾ നടപ്പിലാക്കി അതിൻ്റെ പൂർണ്ണമായ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാണ്.